അരിഹന്തിൽ കുതിച്ചു പൊങ്ങി ഇന്ത്യ പലതും ലോകത്തോടായി പറയുകയാണ്. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ പ്രതിരോധത്തിൽ വമ്പൻ കുതിപ്പ് നടത്തി രാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ INS അരിഹന്ത് തലയെടുപ്പോടെ നിൽക്കുകയാണ്. നമസ്കാരം. INS അരിഹന്ത് ഇന്ത്യയുടെ പ്രതിരോധ പാതയിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ്. ന്യൂക്ലിയർ പ്രൊപ്പൽഡ് അന്തർവാഹിനികൾ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സാങ്കേതിക ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുമായി ഇന്ത്യയും ചേർന്നതിനാൽ INS അരിഹന്ത് വിക്ഷേപണം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് ആദ്യമേ തന്നെ പറയണം. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ വിജയത്തിന്റെ 10ാം വാർഷികം ഇന്ത്യ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വദേശീയമായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് വിക്ഷേപിച്ചത്. 84 മുതൽ പദ്ധതി നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇന്നത്തെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വലിയ പ്രചാരണങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരങ്ങേറ്റം യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വ്യാവസായിക മികവിന്റെ സുപ്രധാന തെളിവായിരുന്നു. ടാറ്റ പവർ സ്ട്രാറ്റജിക് എഞ്ചിനീയറിംഗ് ഡിവിഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ നൽകി. വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസും സ്റ്റീം ടർബൈൻ സംവിധാനങ്ങൾ വിതരണം ചെയ്തു. ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞരാണ് അന്തർവാഹിനിയുടെ പുറംചട്ടയ്ക്കുള്ളിൽ ഒതുങ്ങാൻ റിയാക്ടറിനെ സഹായിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ പ്രൊപ്പൽഡ് അന്തർവാഹിനികൾ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സാങ്കേതിക ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുമായി ഇന്ത്യയും ചേർന്നതിനാൽ INS അരിഹന്ത് വിക്ഷേപണം വളരെ ശ്രദ്ധേയമായിരുന്നു. INS അരിഹന്ത് നിലവിൽ 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 SLBM ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്നു. അഡ്വാൻസ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ലീഡ് ഷിപ്പാണ്. 6000 ടൺ അന്തർവാഹിനിയാണ് ഈ INS അരിഹന്ത്. സമ്പുഷ്ടമായ യുറേനിയം ഇന്ധനം ഉപയോഗിച്ച് 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ആണ് INS അരിഹന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണിത്. ഇത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറൈൻ അതായത് SSBN ആണ്. സമുദ്രത്തിനടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന അന്തർവാഹിനികളുടെ വിഭാഗമാണ് SSBN. മാസങ്ങളോളം അവയെ ഫലത്തിൽ കണ്ടെത്താനാകാത്ത വിധത്തിൽ ആണവ ടിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും വഹിക്കുന്നു. അങ്ങനെ ഈ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൃഥ്വിയുടെ നാവിക പതിപ്പായ 350 കിലോമീറ്റർ ദൂരമുള്ള ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ധനുഷും ഇന്ത്യ പരീക്ഷിക്കുന്നു. 500 കിലോഗ്രാം പേലോഡ് ശേഷിയുള്ള ധനുഷ് പരമ്പരാഗതവും ആണവ ബോംബുകളും ഉപയോഗിച്ച് കരയിലും വെള്ളത്തിലും ലക്ഷ്യങ്ങൾ തകർക്കാൻ സഹായിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ 15 വർഷത്തിലുടനീളം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പരിവർത്തനമാണ് ഉണ്ടായത്. ഏറ്റവും അത്യാവശ്യമായത് ഈ മേഖലയുടെ സ്വദേശീയവൽക്കരണമാണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് 21,083 കോടിയായി ഉയർത്തുന്നതിൽ നിർണായകമായിരുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 30% വർധന കവിഞ്ഞു. ഇറക്കുമതി പകരം വെക്കുന്നതിന് മുൻഗണന നൽകുന്ന ഒരു സ്വദേശീയവൽക്കരണ പട്ടികയുടെ ഫലമായി ഇന്ത്യൻ നിർമ്മാതാക്കൾ അവരുടെ ശേഷികളും കഴിവുകളും വിപുലീകരിക്കുന്നു. ഈ പട്ടികയിൽ ഫ്യൂച്ചറിസ്റ്റിക് ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ്, ആർട്ടിക്കുലേറ്റഡ് ഓൾ ടെറൈൻ വെഹിക്കിൾസ്, ആർമിക്ക് 2 കിലോ വരെ പേലോഡുകളുള്ള റിമോട്ട് പൈലറ്റഡ് എയർബോൺ വെഹിക്കിൾസ്, നേവൽ ഷിപ്ബോൺ ആളില്ലാ ഏരിയൽ സിസ്റ്റംസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പ്രാദേശിക സംരംഭങ്ങളിൽ നിന്നുള്ള സംഭരണത്തിനായിട്ട് മൂലധന ഏറ്റെടുക്കൽ ബജറ്റിന്റെ 75% സർക്കാർ നീക്കിവച്ചിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിക്ഷേപകർ കാര്യമായി താൽപര്യം കാണിക്കുന്നതിന്റെ കാരണവും ഇതാണ്. HAL പോലുള്ള കമ്പനികളിൽ നിന്നുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഡോണിയർ വിമാനങ്ങളും നൂതന ലൈറ്റ് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു. കൂടാതെ ബ്രഹ്മോസ് മിസൈലുകൾ, പീരങ്കി തോക്കുകൾ, റഡാറുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കണക്കനുസരിച്ച് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള പൊതുമേഖലാ കമ്പനിയായ HALന്റെ വിപണി മൂല്യം 2022 ഓഗസ്റ്റിൽ 67,000 കോടി രൂപയിൽ നിന്ന് 2.48 ലക്ഷം കോടി രൂപയായി വളർന്നു. ഇത് വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ പ്രതിരോധ കമ്പനിയാക്കി മാറ്റി. മറ്റൊരു പൊതു പ്രതിരോധ നിർമ്മാതാക്കളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ മൂല്യം 1.66 ലക്ഷം കോടി രൂപയും മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന്റെ മൂല്യം 43,000 കോടി രൂപയുമാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിക്ഷേപകർക്ക് ശക്തമായ വിശ്വാസമാണ് നൽകുന്നത്. എന്തായാലും ഇന്ത്യ പുതിയ പടവുകൾ താണ്ടുകയാണ്. പ്രതിരോധ മേഖലയിൽ വലിയ ഉയർച്ച തന്നെയാണ് ഇനിയും ഇന്ത്യയെ കാത്തിരിക്കുന്നത്.